രാജരാജനെഴുന്നള്ളും യാഗവേദിയൊരുങ്ങീതാ, വാനദൂതരോടണിചേരാ, ആത്മബലിയർപ്പിക്കാം. രാജരാജനെഴുന്നള്ളും യാഗവേദിയൊരുങ്ങീതാ, വാനദൂതരോടണിചേരാ, ആത്മബലിയർപ്പിക്കാം. പൂർണ്ണാത്മാവാൽ ആരാധിക്കാം, സുരഭില കാഴ്ചകളേകാം. പൂർണ്ണാത്മാവാൽ ആരാധിക്കാം, സുരഭില കാഴ്ചകളേകാം. രാജരാജനെഴുന്നള്ളും യാഗവേദി ഒരുങ്ങീതാ, വാനദൂതരോടണിചേരാ, ആത്മബലിയർപ്പിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. നശ്വരമായ അപ്പത്തിനു വേണ്ടി അല്ല, അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവിൻ. ഇന്നത്തെ സുവിശേഷത്തിലൂടെ കർത്താവ് നൽകുന്ന വചനമാണ്. പ്രിയപ്പെട്ടവരെ, ആത്മീയ ഭോജനമാണ് ഒരുവൻ്റെ ശാശ്വതമായിട്ടുള്ള നിത്യജീവനിലേക്ക് ഉപകരിക്കപ്പെടുന്നത്. ആ അപ്പമാണ് ഈ കുദാശയിലൂടെ, വിശുദ്ധ കുർബാനയിലൂടെ നമ്മൾ സ്വീകരിക്കുവാനായിട്ട് പോകുന്നത്. നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം നിത്യജീവന് വേണ്ടി ഉപകരിക്കുന്ന അപ്പം. അത് ഭക്ഷിക്കുവാനായി ഈ ബലിമേശയ്ക്ക് ചുറ്റുമായിരിക്കുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ പരിപൂർണമായും കർത്താവിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ദൈവാനുഗ്രഹത്തിനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ നിയോഗങ്ങളും പ്രാർത്ഥനകളും സമർപ്പിക്കുന്നതിനോടൊപ്പം ഈ വിശുദ്ധ ബലി യഥായോഗ്യതയോടുകൂടി അർപ്പിക്കേണ്ടതിന് ചെയ്തുപോയ പാപങ്ങളെ ഓർത്ത് മനസ്തപിക്കുകയും കർത്താവിൻ്റെ കാരുണ്യത്തിനായി ഖേണപേക്ഷിക്കുകയും ചെയ്യാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തുപോയി. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോടെ പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവനിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ. കർത്താവേ കനിയേണമേ, 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 കനിയേണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, പഴയ മനുഷ്യനെ അവൻ്റെ എല്ലാ വ്യാപാരങ്ങളോടൊപ്പം വിട്ടുപേക്ഷിച്ച് പെസഹ ഔഷധത്താൽ അവിടുത്തെ പ്രകൃതിയിലേക്ക് അനുരൂപരാക്കി അവിടുത്തെ സംസർഗത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് അക്കാലത്തെ സ്തെഫാനൂസ് കൃപാവരവും ശക്തിയും കൊണ്ട് നിറഞ്ഞ് പല അത്ഭുതങ്ങളും വലിയ അടയാളങ്ങളും ജനമധ്യത്തിൽ പ്രവർത്തിച്ചു. ക്രിയേനക്കാരും അലക്സാണ്ട്രിയക്കാരും കിലിക്കിയായിലും ഏഷ്യയിൽ നിന്നുള്ളവരും ഉൾപ്പെട്ടിരുന്നു. സ്വതന്ത്രന്മാരുടെ സിനഗോഗ് എന്നറിയപ്പെട്ടിരുന്നതുമായ സംഘത്തിലെ അംഗങ്ങൾ എഴുന്നേറ്റ് സ്തെഫാനസിനോട് വാദപ്രതിവാദത്തിലേർപ്പെട്ടു. എന്നാൽ അവൻ്റെ സംസാരത്തിൽ വെളിപ്പെട്ട ജ്ഞാനത്തോടും ആത്മാവിനോടും എതിർത്ത് നിൽക്കാൻ അവർക്ക് കഴിഞ്ഞില്ല.
അതുകൊണ്ട് അവർ രഹസ്യമായി പ്രേരിപ്പിച്ചതനുസരിച്ച് ജനങ്ങളിൽ ചിലർ പറഞ്ഞു, അവൻ മോശയ്ക്കും ദൈവത്തിനുമെതിരായി ദൂഷണം പറയുന്നതും ഞങ്ങൾ കേട്ടു. അവർ ജനങ്ങളെയും ജനപ്രമാണികളെയും നിയമജ്ഞരെയും ഇളക്കുകയും അവനെ ബന്ധിച്ച് ന്യായാധിപ സംഘത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരികയും ചെയ്തു. കള്ളസാക്ഷികൾ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, ഇവൻ ഈ വിശുദ്ധ സ്ഥലത്തിനും നിയമത്തിനുമെതിരായി സംസാരിക്കുന്നതിൽ നിന്ന് ഒരിക്കലും വിരമിക്കുന്നില്ല. നസ്രയനായ യേശു ഈ സ്ഥലം നശിപ്പിക്കുകയും മോശ നമുക്ക് നൽകിയിട്ടുള്ള ആചാരങ്ങൾ മാറ്റുകയും ചെയ്യുമെന്ന് ഇവൻ പ്രസ്താവിക്കുന്നത് ഞങ്ങൾ കേട്ടു. സംഘത്തിലുണ്ടായിരുന്നവർ അവൻ്റെ നേരെ സൂക്ഷിച്ചു നോക്കി. അവൻ്റെ മുഖം ഒരു ദൈവദൂതൻ്റെ മുഖം പോലെ കാണപ്പെട്ടു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. അപങ്കിലമായ മാർഗത്തിൽ ചരിക്കുന്നവർ ഭാഗ്യവാന്മാർ. അപങ്കിലമായ മാർഗത്തിൽ ചരിക്കുന്നവർ ഭാഗ്യവാന്മാർ. അപങ്കിലമായ മാർഗത്തിൽ ചരിക്കുന്നവർ ഭാഗ്യവാന്മാർ. രാജാക്കന്മാർ ഒത്തുചേർന്ന് എനിക്കെതിരെ ഗൂഢാലോചന നടത്തുന്നു. എന്നാൽ ഈ ദാസൻ അങ്ങയുടെ ചട്ടങ്ങളെപ്പറ്റി ധ്യാനിക്കും. അവിടുത്തെ കൽപ്പനകളാണ് എൻ്റെ ആനന്ദം. അവയാണ് എനിക്ക് ഉപദേശം നൽകുന്നത്. അപങ്കിലമായ മാർഗത്തിൽ ചരിക്കുന്നവർ ഭാഗ്യവാന്മാർ. അപങ്കിലമായ മാർഗത്തിൽ ചരിക്കുന്നവർ ഭാഗ്യവാന്മാർ. എൻ്റെ അവസ്ഥ ഞാൻ വിവരിച്ചപ്പോൾ അങ്ങ് എനിക്ക് ഉത്തരമരുളി. അങ്ങയുടെ ചട്ടങ്ങൾ എന്നെ പഠിപ്പിക്കണമേ. അങ്ങയുടെ പ്രമാണങ്ങൾ നിർദ്ദേശിക്കുന്ന വഴി എനിക്ക് കാണിച്ചു തരണമേ. ഞാൻ അങ്ങയുടെ അത്ഭുത കൃത്യങ്ങളെപ്പറ്റി ധ്യാനിക്കും. അപങ്കിലമായ മാർഗത്തിൽ ചരിക്കുന്നവർ ഭാഗ്യവാൻ. അപങ്കിലമായ മാർഗത്തിൽ ചരിക്കുന്നവർ ഭാഗ്യവാന്മാർ. തെറ്റായ മാർഗങ്ങളെ എന്നിൽ നിന്ന് അകറ്റണമേ. കാരുണ്യപൂർവ്വം അങ്ങയുടെ നിയമം എന്നെ പഠിപ്പിക്കണമേ. ഞാൻ വിശ്വസ്തയുടെ മാർഗം തിരഞ്ഞെടുത്തിരിക്കുന്നു. അങ്ങയുടെ ശാസനങ്ങൾ എൻ്റെ കൺമുൻപിലുണ്ട്. അപങ്കിലമായ മാർഗത്തിൽ ചരിക്കുന്നവർ ഭാഗ്യവാന്മാർ. അപങ്കിലമായ മാർഗത്തിൽ ചരിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. യോഹന്നാൻ എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നും. കർത്താവേ അങ്ങേക്ക് അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് അവിടെ ഒരു വള്ളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും ശിഷ്യന്മാരോട് കൂടെ യേശു അതിൽ കയറിയിരുന്നില്ല എന്നും ശിഷ്യന്മാർ തനിയെയാണ് പോയതെന്നും കടലിൻ്റെ മറുകരയിൽ നിന്ന ആളുകൾ പിറ്റേ ദിവസം മനസ്സിലാക്കി. കർത്താവ് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് നൽകിയ അപ്പം ജനങ്ങൾ ഭക്ഷിച്ച ആ സ്ഥലത്തിനടുത്തേക്ക് തിബെരിയോസ് നിന്നും മറ്റു വള്ളങ്ങൾ വന്നു. യേശുവോ ശിഷ്യന്മാരോ അവിടെ ഇല്ലെന്ന് കണ്ടപ്പോൾ ജനക്കൂട്ടം വള്ളത്തിൽ കയറി യേശുവിനെ തിരക്കി കഫർനാമിലെത്തി. യേശുവിനെ കടലിൻ്റെ മറുകരയിൽ കണ്ടെത്തിയപ്പോൾ അവർ ചോദിച്ചു, റബ്ബി, അങ്ങ് എപ്പോൾ ഇവിടെ എത്തി? യേശു പ്രതിവചിച്ചു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അടയാളങ്ങൾ കൊണ്ടതുകൊണ്ടല്ല, അപ്പം ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത്. നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവൻ്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവിൻ. എന്തെന്നാൽ പിതാവായ ദൈവം അവൻ്റെ മേൽ അംഗീകാര മുദ്ര വച്ചിരിക്കുന്നു. അപ്പോൾ അവർ ചോദിച്ചു, ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? അവൻ മറുപടി പറഞ്ഞു, ഇതാണ് ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തി, അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. യേശുക്രിസ്തുവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇവിടെ യേശുവിനെ തിരക്കി നടക്കുന്ന ജനക്കൂട്ടം, അതാണ് സുവിശേഷത്തിൽ കാണുവാനായിട്ട് സാധിക്കുക. ഇനി എന്തുകൊണ്ട് യേശുവിനെ അവർ തിരക്കി നടന്നു? അത് യേശുവിൻ്റെ വാക്കുകളിൽ തന്നെ വളരെ വ്യക്തമാണ്. യേശു പറയുകയാണ്, അത്ഭുതങ്ങൾ ചെയ്യുന്നത് കൊണ്ടല്ല
നിങ്ങൾ എന്നെ തിരക്കിയത്, മറിച്ചോ അപ്പം ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ടാണ് എന്ന്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു വാക്കാണ് തൃപ്തിപ്പെടുക. അത് വിശക്കുന്നവന് ഭക്ഷണത്താൽ തൃപ്തിപ്പെടുക, രോഗിയായിരിക്കുന്ന ഒരുവന് മരുന്നിലൂടെയോ അല്ലാതെയോ ആ രോഗത്തിൽ നിന്നും ആശ്വാസം ലഭിച്ചുകൊണ്ട് തൃപ്തിപ്പെടുക. അതുപോലെ കടബാധ്യതയുള്ളവന് ആ കടബാധ്യതകൾ വീട്ടിക്കൊണ്ടുള്ള ഒരു തൃപ്തി. പിന്നെ പല വിധത്തിലുള്ള ആഗ്രഹങ്ങളുണ്ടാവാം. ജോലി ലഭിക്കുക, അതുപോലെ തന്നെ വിവാഹം ചെയ്യുക, മക്കളുണ്ടാവുക, വിദേശത്ത് പോവുക, പലവിധ ആവശ്യങ്ങൾ. അവ ലഭിക്കുമ്പോഴാണ്, ആഗ്രഹത്തിനൊത്ത ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകുമ്പോഴാണ് തൃപ്തിപ്പെടുക എന്നുള്ളത്. അപ്പോൾ യേശുനാഥൻ അത് തന്നെയാണ് സുവിശേഷത്തിൽ പറയുന്നത്. നിങ്ങൾ എന്നെ അന്വേഷിച്ച അത്ഭുതങ്ങൾ കണ്ടുകൊണ്ടല്ല, ദൈവത്തിൽ നിന്ന് വലിയ വലിയ അത്ഭുതങ്ങൾ കണ്ടുകൊണ്ട് അവനിൽ വിശ്വസിക്കണമെന്നില്ല ജനങ്ങൾ. മറിച്ചോ അവരവരുടെ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുകയുമ്പോഴാണ് ദൈവത്തെ അനുഭവിച്ചറിയുക. ആയതിനാൽ യേശുനാഥൻ അപ്പം വർദ്ധിപ്പിച്ച് അവരുടെ വിശപ്പ് തൃപ്തിപ്പെടുത്തി കൊടുത്തു. ഇനി യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുന്നത് അത് ശാരീരികമായിട്ടുള്ള അപ്പം മാത്രമല്ല, മറിച്ചോ ആ ദൈവവചനം കേട്ട് അവരുടെ ആവശ്യങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള അനുഗ്രഹങ്ങൾ അവർക്ക് ലഭിച്ചു. അങ്ങനെ ഒരു തൃപ്തിപ്പെടലാണ് അവർക്കുണ്ടായത്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ജനക്കൂട്ടം അവൻ്റെ അടുത്തേക്ക് ഓടിക്കൂടിയത് എന്ന്. പ്രിയപ്പെട്ടവരെ, ഇവിടെ യേശുനാഥൻ വീണ്ടും ശക്തമായിട്ട് പഠിപ്പിക്കുന്നു. എന്താ? ശാരീരികമായിട്ടുള്ള അപ്പം, അതായത് നശ്വരമായ അപ്പത്തിന് വേണ്ടിയിട്ട് മാത്രം നിങ്ങൾ പ്രവർത്തിക്കുന്നവരാകരുത്, മറിച്ചോ അവിടുന്ന് നൽകുന്ന അനശ്വരമായ അപ്പം. ഇനി അത് ലഭിക്കുവാനായിട്ട് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ശിഷ്യന്മാർ ചോദിക്കുമ്പോൾ യേശുനാഥൻ പറയുന്നത്, പിതാവായ ദൈവം അയച്ച തൻ്റെ പുത്രനിൽ വിശ്വസിക്കുക എന്ന്. പ്രിയപ്പെട്ടവരെ, വിശ്വാസം കൊണ്ട് മാത്രമാണ് ഒരുവൻ ദൈവത്തിൽ നിന്നും തൃപ്തരാകുന്നത്, തൃപ്തിപ്പെടുക. നമ്മുടെ പ്രാർത്ഥനകളിൽ, നിയോഗങ്ങൾ, വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥനകളിൽ അവിടെ നിന്ന് സമീപസ്ഥനാണ്. ആയതിനാൽ വിശ്വാസത്തോടുകൂടെ അവിടുത്തെ പ്രാപിക്കുവാനും കുദാശകളിലൂടെ തൃപ്തരാകപ്പെടുവാൻ, അവിടുത്തെ സാന്നിധ്യത്താൽ തൃപ്തരാകപ്പെടുവാനുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. കാഴ്ചയേകാനാ വന്നു നിൽക്കുന്നു ദിവ്യമാമീ ദേവാലയ തിരുനടയിൽ ഞാൻ യാഗമായി നൽകാൻ എൻ ജീവിതം നാഥ. തൃക്കരങ്ങൾ നീട്ടി എന്നെ സ്വീകരിക്കണമേ. സ്നേഹനാഥനേ, എൻ ജീവനാഥനേ, സർവവും ഞാനേകിടുന്നു, സ്വീകരിക്കണമേ. സ്നേഹനാഥനേ, എൻ ജീവനാഥനേ, സർവവും ഞാനേകിടുന്നു, സ്വീകരിക്കണമേ. സഹോദരൻ്റെ നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, ബലിവസ്തുക്കളുടെ സമർപ്പണത്തോടൊപ്പം ഞങ്ങളുടെ പ്രാർത്ഥനകളും അങ്ങേ പക്കലേക്ക് ഉയരട്ടെ. അങ്ങേ മഹാമനസ്കതയാൽ ശുദ്ധീകരിക്കപ്പെട്ട് അങ്ങേ മഹാകാരുണ്യത്തിൻ്റെ രഹസ്യങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരായി ഭവിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു വഴി
ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവും അത്രേ. കർത്താവെ, കാലത്തും വിശിഷ്യ ഞങ്ങളുടെ പെസഹ കുഞ്ഞാടായ ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ട ഈ ദിനത്തിൽ അങ്ങേ മഹാമഹിമയോടെ ഏറ്റുപറയുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ അവിടുന്നാണ് ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന യഥാർത്ഥ കുഞ്ഞാട്. അവിടുന്ന് മരിച്ചുകൊണ്ട് ഞങ്ങളുടെ മരണം സംഹരിക്കുകയും ഉദ്ധാനം ചെയ്തുകൊണ്ട് ജീവൻ പുനരുദ്ധരിക്കുകയും ചെയ്തു. ആകയാൽ പെസഹ സന്തോഷത്താൽ നിറഞ്ഞ് ഭൂതലത്തിലെ സകല ജനതകളും ആഹ്ലാദിക്കുന്നു. മാത്രമല്ല, ഉന്നത ശക്തികന്മാരും മാലാഖവൃന്ദങ്ങളും അവിരാമം സ്തുതിച്ചുകൊണ്ട് അങ്ങേ മഹത്വത്തിൻ്റെ ഗീതം ഒന്നുചേർന്ന് ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിലോസാന. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിലോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേറ്റം ധന്യരുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിലോസാന. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിലോസാന. അത്യുന്നതങ്ങളിലോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണ ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും
അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകം എങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ലിയോ പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജെയിംസ് മെത്രാനോടും വൈദിക ഗണത്തോടും ഒത്ത് സഭയെ അങ്ങേ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടുകൂടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരണത്താൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിൽ എല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നേക്കും ആമേൻ. രക്ഷാകരമായ കരങ്ങളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവത്കൃതരായും നിർഭയം നമുക്ക് ഏറ്റുപാടാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താത, നിൻ നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോൽ നിന്നുള്ളം പാരിലുമായിടേണം. അന്നു വേണ്ടുന്നു ആഹാരമിന്നും ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യർതൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്കാൻ. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. കർത്താവേ, എല്ലാ തിന്മകളിൽ ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങ് അപ്പോസ്തലന്മാരുടെ അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളിലല്ല പിന്നെ അങ്ങേ സഭയുടെ വിശ്വാസം തിറക്കാൻ പാർത്ത് അങ്ങേ തിരുവള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനം ഐക്യം നൽകാൻ കനിയണമേ. എന്നു ജീവിക്കുകയും വാഴുകയും ചെയ്തങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പര സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകേണമേ, ശാന്തി നൽകേണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും.
അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണം. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായി എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളേക്കാൾ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ അങ്ങന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങിൽ നിന്ന് അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ക്രിസ്തുവിൻ്റെ ഉദ്ധാനത്താൽ നിത്യജീവനിലേക്ക് ഞങ്ങളെ അങ്ങ് പുനരാനയിക്കുന്നുവല്ലോ. പെസഹ രഹസ്യത്തിൻ്റെ ഫലങ്ങൾ ഞങ്ങളിൽ വർത്തമാനമാക്കുകയും ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് രക്ഷാകരമായ ഭോജ്യത്തിൻ്റെ ശക്തി ചൊരിയുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പോകുവിൻ. ദിവ്യ പൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. സ്വർലോകരാജ്ഞിയ മാതാവേ, സവർണ സ്വർഗീയ സൂനമേ, പാവന സ്നേഹത്തിൻ പൂന്തന്നലേ, പരിശുദ്ധ ദൈവത്തിൻ മാതാവേ, ആവേ 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 മരിയ, ആവേ ആവേ